പാലത്തായി കേസിൽ പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്തതിന്റെ അവസാനത്തെ ഉദാഹരണമാണ്. ക്ഷമിക്കണം, ആ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. എന്തായാലും പാലത്തായി കേസിൽ പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്തതിന്റെ അവസാനത്തെ ഉദാഹരണമെന്ന് റിട്ടയർഡ് ഡിവൈഎസ്പി റഹീം. ആദ്യം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പ്രത്യേക അന്വേഷണ സംഘവും പോക്സോ കുറ്റം നിലനിൽക്കില്ല എന്ന് കണ്ടെത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നതായാണ് റിട്ടയർഡ് ഡിവൈഎസ്പി റഹീം വ്യക്തമാക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഡിവൈഎസ്പി റഹീമിന്റെ ആ ഒരു വെളിപ്പെടുത്തൽ ഈ പാലത്തായി കേസിൽ എന്തായാലും നിർണായകമാകാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ പറയുന്നത്? ശ്രുതി, ഈ കേസ് പാലത്തായി കേസ് നമുക്കറിയാം തുടക്കം തൊട്ട് വലിയ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ്. അത് കെട്ടിച്ചമച്ച കേസാണ് എന്ന് പല തവണ വലിയ ആരോപണങ്ങൾ ഉയർന്നൊരു കേസ് കൂടിയാണ്. അത്തരമൊരു കേസിലാണ് നിർണായക വെളിപ്പെടുത്തലുമായി റിട്ടയർഡ് ഡിവൈഎസ്പി ആയ റഹീം രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം മുൻപ് കണ്ണൂരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായിരുന്നു. പ്രമാദമായ പല കേസുകളും അന്വേഷിച്ചിരുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അരിയിൽ ഷുക്കൂർ എന്ന യൂത്ത് ലീഗ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് റഹീം. അദ്ദേഹമാണ് വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പാലത്തായി കേസ് എന്ന് പറയുന്നത് പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്തതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ആദ്യം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പ്രത്യേക അന്വേഷണ സംഘവും അന്വേഷിച്ചിട്ടും ഈ കേസിൽ പോക്സോ കുറ്റം നിലനിൽക്കില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നു എന്ന കാര്യവും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. എതിരാളികളെ എളുപ്പത്തിൽ കുരുക്കാൻ പറ്റുന്ന ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് പോക്സോ നിയമം എന്നും റഹീം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ മുൻപ് എന്താണോ കോടതിയിൽ ഉൾപ്പെടെ പ്രതിഭാ വക്കീൽ പറഞ്ഞത് അത് സത്യമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ റിട്ടയർഡ് ഡിവൈഎസ്പി റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും വ്യക്തമാകുന്നത്. പ്രതിയാക്കപ്പെട്ട പത്മരാജൻ മാസ്റ്റർ നിരപരാധിയാണ് എന്ന വിവരം തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വിവിധ സ്റ്റേഷനുകളിൽ നിരവധി വർഷത്തെ അന്വേഷണ രംഗത്ത് ഉൾപ്പെടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് ഏതായാലും വലിയ രീതിയിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അശ്വതി, ഇത് വലിയ രീതിയിൽ ചർച്ചയാകണം മിഥുൻ. എന്തായാലും അങ്ങനെ ഒരു പോക്സോ കേസ് കെട്ടിച്ചമച്ചതാണെങ്കിൽ ഇതിന് പിന്നിലുള്ളവരെല്ലാമാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. ഒരു നിരപരാധിയായ ഒരാളല്ല ഇതിൽ ശിക്ഷിക്കപ്പെടേണ്ടത്. പാലത്തായി കേസിൽ നിർണായക വിവരങ്ങളാണ് റിട്ടയർഡ് ഡിവൈഎസ്പി റഹീം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്.